ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈവ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് മാംഗോ ഖീർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് വരിക്ക മാങ്ങയാണ്. നമ്മുടെ തിരുവനന്തപുരം സൈഡിലൊക്കെ വരിക്ക മാങ്ങ കിട്ടും. വരിക്ക മാങ്ങ വെച്ച് ചെയ്താൽ മാത്രമേ ഇത് വളരെ രുചികരമായിട്ട് കിട്ടുകയുള്ളൂ. ആദ്യം വരിക്ക മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം സ്റ്റൗ കത്തിച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരിഞ്ഞു വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അതിലിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക. മാങ്ങ ഒന്ന് വെന്തതിന് ശേഷം 1 കപ്പ് ശർക്കര പാക് എടുത്ത് വച്ചിട്ടുള്ളത് ഇതിലോട്ട് ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. ശർക്കര ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ അതിൽ കല്ല് കാണും എന്നുള്ളത് കൊണ്ടാണ് അത് ഉരുക്കി പാക് പോലെ എടുത്തിട്ട് ആ ശർക്കര പാക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് നേരം ആ മാങ്ങാ കഷ്ണങ്ങൾ ആ ശർക്കര പാകിലിരുന്ന് വെന്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടി, വീട്ടിലുണ്ടാവും എല്ലാവരുടെ വീട്ടിലും. ആ വറുത്ത അരിപ്പൊടി ഒരു 1/2 ടംബ്ലർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഈ മിക്സിലോട്ട് ആഡ് ചെയ്ത് ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. മാങ്ങാ കഷ്ണങ്ങളും ശർക്കരപ്പാകും അരിമാവ് കലക്കി ഒഴിച്ചതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം ഒരു തിക്കൻഡ് സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്കും തേങ്ങയുടെ 2ാം പാല് ആദ്യം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാം ഒരേപോലെ യോജിപ്പിച്ച് എടുക്കുക. ഇത് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ചുക്കും ഏലക്കയും കൂടെ ചേർത്ത് ഒരുമിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് വച്ചിട്ടുണ്ട്. ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും എല്ലാം ചേർത്ത് യോജിപ്പിക്കുക. ഇതിനകത്ത് നെയ്യോ എണ്ണയോ വേറെ ഒരു എക്സ്റ്റേണൽ ഇതും തന്നെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ രുചിക്ക് വേണമെങ്കിൽ തിരികിയ തേങ്ങ 1 ടേബിൾ സ്പൂണോ 2 ടീസ്പൂണോ കൂടെ അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുക. എല്ലാം മിക്സായി ഒരു തിക്കൻഡ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ തേങ്ങയുടെ 1ാം പാൽ എടുത്ത് വെച്ചതും ആഡ് ചെയ്ത് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യുക. എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു ഫ്ലേവർ വരും. അപ്പോൾ നമ്മൾ ഓരോ സ്പൂൺ എടുത്ത് കഴിക്കുമ്പോഴും ഈ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടും. അത് നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് നമുക്ക് നൽകും. ഇതിന് തിരുവനന്തപുരം സൈഡിൽ മാങ്ങാ കാടി എന്നും പേര് പറയാറുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ പ്രസാദമായിട്ടും ഇത് കൊടുക്കാറുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള മാങ്ങാ ഖീർ എല്ലാവരും ചെയ്ത് നോക്കുക. Please like and subscribe to my channel. Thank you.